അദ്ദേഹത്തിന്റെ ആ ഇച്ഛയെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് നാം ഈ സിംഹാസനം അഗ്നിക്കിരയാക്കാൻ ആഗ്രഹിക്കുന്നു. നാം പറഞ്ഞ കാര്യം നീ കേട്ടില്ല എന്നുണ്ടോ? ഉത്തരവ് പോലെ. ഈ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഹാസനത്തിന്റെ ചാരത്തിൽ നിന്നും ഒരു പുതിയ സാമ്രാജ്യത്തിന്റെയും യുഗത്തിന്റെയും ചക്രവർത്തിയുടെ ഒരു പുത്തൻ ഉദയം. അവനാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ നിൽക്കുന്നത്. പുതിയ ചക്രവർത്തി വളരെ നന്നായിരിക്കുന്നു. അവനെ കാണാനുള്ള സമയം ഇപ്പോൾ അടുത്തിരിക്കുന്നു. അവനെ കാണാനായി വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തയ്യാറായിരുന്നോളൂ യേശു, ഞാൻ വരികയാണ്. ഈ യേശു എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്നറിയില്ല. ഇവൻ അപകടകാരിയാണ്. എന്റെ ദൈവമേ, ഇവരിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണേ. അമ്മേ, എന്നോടമ്മ ക്ഷമിച്ചാലും. മോനെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുറത്ത് ആളുകൾ പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട. യാതൊരു തെറ്റും നീ ചെയ്തിട്ടില്ല. അവരിപ്പോൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടാകും. പക്ഷെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും മുട്ടുമടക്കും. അവരുടെ സംസാരമൊന്നും കേട്ടിട്ട് എനിക്ക് ഒരു വിഷമവും തോന്നില്ല അമ്മേ. ഞാൻ അമ്മയോട് ക്ഷമ ചോദിച്ചത് അമ്മ പറഞ്ഞത് കേൾക്കാതെ ഞാൻ മുറിയിൽ നിന്ന് പുറത്തു വന്നില്ലേ. ഞാൻ കാരണം അമ്മയ്ക്ക് ആളുകളുടെ മോശ സംസാരം കേൾക്കേണ്ടി വന്നില്ലേ. ഞാൻ കാരണം അമ്മയുടെ കണ്ണിൽ കണ്ണുനീരും വന്നില്ലേ. ഒരിക്കലുമില്ല മോനെ, ഇത് കണ്ണുനീരല്ല, സ്നേഹമാണ്. നീ എന്റെ കണ്ണുനീരിന്റെ കാരണമല്ല, എന്റെ പുഞ്ചിരിക്കുള്ള കാരണമാണ്. എങ്കിൽ ആദ്യം അമ്മ ഒന്ന് കണ്ണുനീര് തുടച്ചേ, എന്നിട്ട് അമ്മ ഒന്ന് ചിരിച്ചേ. എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം അമ്മേ. ഒന്ന് അമ്മയുടെ സ്നേഹം, പിന്നെ പരമപിതാവിനോടുള്ള ഭക്തി. അമ്മയല്ലേ പറയുന്നത്, ഏത് വികാരമാണോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാണ് ആഴമെന്ന്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അമ്മയുടെ സ്നേഹവും പരമപിതാവിന്റെ ഭക്തിയും ഉള്ളപ്പോൾ ഇവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് മോശം കാര്യം പറഞ്ഞാലും ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ആരെന്ത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്കെന്തായാലും അറിയാമല്ലോ അമ്മേ, ഞാനൊരിക്കലും ജീവനെ ഉപദ്രവിച്ചിട്ടേ ഇല്ലാന്ന്. പക്ഷെ നിന്റെ ഈ സദ്ഗുണം ആര് മനസ്സിലാക്കും? പുറത്ത് കൂടി നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും നിന്നോട് ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെയാണുള്ളത്. എനിക്ക് ദേഷ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഒന്നും വികാരം മനസ്സിലാവുന്നേ ഇല്ല അമ്മേ. പിന്നെ ഞാനെന്തിനു ഭയപ്പെടണം? ഇതിനു പകരം എന്റെ മനസ്സിൽ സ്നേഹവും കരുണയും മാത്രമാണ്. നമുക്ക് യേശുവുമായി എത്രയും പെട്ടെന്ന് ഗ്രാമവാസികൾക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. എല്ലാവരും ചേർന്നൊരു തീരുമാനമെടുക്കും.
ജീവനുണ്ടായ ഈ പ്രശ്നങ്ങൾക്കൊക്കെ യേശുവിന് എന്ത് കഠിനമായ ശിക്ഷ നൽകുകയെന്ന്. എന്റെ മകനെ എനിക്ക് തിരികെ കിട്ടി. ഇതിനേക്കാൾ സന്തോഷം എനിക്ക് മറ്റെന്താണുള്ളത്? പക്ഷെ ഗ്രാമവാസികളുടെ വിചാരം യേശുവിന് എന്തോ പൈശാചിക ശക്തി ഉണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ മരിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റത്. ഗ്രാമമുഖ്യ, യേശുവും ജീവനും തമ്മിലുണ്ടായതെല്ലാം നമുക്ക് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടൂടെ? ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ മനസ്സിലാവുന്നതിലും അപ്പുറമാണ്. വരണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ പോലും ചിലപ്പോൾ പുഷ്പങ്ങൾ ഉണ്ടാവാറില്ലേ? ദേ നോക്കൂ, ആരും നട്ടു നനയ്ക്കാതെയും പരിപാലിക്കാതെയും അതവിടെ തഴച്ചു വളരുന്നത് നമ്മൾ കാണാറില്ലേ? അതിൽ നിന്ന് നാം എന്താ മനസ്സിലാക്കേണ്ടത്? അതിനെന്തെങ്കിലും പൈശാചിക ശക്തിയുണ്ടെന്നാണോ? ഞാൻ എന്റെ കുട്ടിയെ ഒരിക്കലും യേശുവിന്റെ അടുക്കൽ വിടില്ല. ഞാനും. അവൻ വല്ല മന്ത്രവാദം പ്രയോഗിക്കില്ലെന്ന് ആര് കണ്ടു? ഞാനും എന്റെ മകനെ അവന്റെ അടുക്കലേക്ക് വിടില്ല. ഗ്രാമശ്രേഷ്ഠ, അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? അങ്ങൊരു തീരുമാനം പറയൂ. അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഏതെങ്കിലും കുട്ടിയുടെ മേൽ യേശു മന്ത്രവാദം പ്രയോഗിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഉത്തരവാദിത്വത്തിന്റെ സമ്മർദ്ദത്താൽ എന്റെ മനസ്സിലുള്ളത് മറച്ചു പിടിക്കേണ്ടി വരും. ഇവിടത്തെ ഗ്രാമമുഖ്യൻ എന്ന നിലയിൽ ഇവിടത്തെ ഗ്രാമവാസികൾ ഭീതിയോടെ കഴിയാൻ അനുവദിച്ചുകൂടാ. എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വരും. യേശുവും നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു ദിവസത്തിനുള്ളിൽ മിസ്രമിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അപരാധി യേശുവാണ്. അതിനാൽ നിയമമനുസരിച്ച് ശിക്ഷ കേൾക്കേണ്ടത് അവനാണ്. യേശുവിനെ ഇവിടേക്ക് വിളിക്കുക. യേശു, എന്റെ നാവ് കൊണ്ട് യേശു ഇവിടുന്ന് പോകണമെന്ന് കൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പിതാവേ, എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതെന്തൊരു അഗ്നി പരീക്ഷയാണ്. എത്ര സങ്കടകരമായ അവസ്ഥയാണത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. പ്രഭു, എനിക്കൊരു മാർഗം കാണിച്ചു തരൂ. ഞാൻ അങ്ങനെ ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കും. യേശു ജീവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്ന്. ദൈവം അവന്റെ മനസ്സറിഞ്ഞ പ്രാർത്ഥന കേട്ട് ആ കുട്ടിയുടെ ജീവൻ തിരികെ നൽകിയതാണെന്ന്. ദൈവപുത്രനെ സാത്താനുമായി ചേർത്ത് അവർക്കെങ്ങനെ എന്റെ യേശുവിനെ ശിക്ഷിക്കാൻ സാധിക്കുമെന്നൊന്നും പറഞ്ഞു തന്നാലും. ഈ ഗ്രാമവാസികൾ കോപിഷ്ഠരായിരിക്കുന്നിടത്തോളം അവരുടെ ചിന്തകൾ നമുക്ക് മാറ്റാനാകില്ല. കാരണം കോപം മൂലം ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള അവരുടെ കഴിവ് നഷ്ടമായി തീരുന്നു. അതിനാൽ ഞാൻ നിന്റെ അടുക്കൽ വന്നത് യേശുവുമായി ഇപ്പോൾ ഈ യാത്ര മുന്നോട്ട് പോകാനുള്ള സമയമായെന്ന് പറയാനാണ്. അങ്ങ് വിഷമിക്കാതിരിക്കൂ ഗ്രാമമുഖ്യ. അങ്ങ് എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചാലും എനിക്ക് അങ്ങയോട് യാതൊരു പരാതിയുമില്ല. മുൻപത്തെ പോലെ തന്നെ എനിക്ക് അങ്ങയോട് സ്നേഹവും ആദരവും മാത്രമാണ്.
പിന്നെ തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും. എന്റെ മനസ്സിൽ ഒരു വെറുപ്പുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തൊക്കെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാം ഞാൻ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നതാണ്. മേരി, എന്തിനു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? നിന്റെ മകനെ പറഞ്ഞു മനസ്സിലാക്ക്. മുതിർന്നവർ തീരുമാനിക്കുമ്പോ അവൻ എന്തിനാ ഇടയ്ക്കേറി സംസാരിക്കുന്നേ? യേശു, അകത്തേക്ക് ചെല്ല്. മുതിർന്നവർ സംസാരിക്കട്ടെ. യേശു ഒരിടത്തേക്കും പോകുന്നില്ല. ഞാൻ യേശു പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ നാടുകടത്തൽ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ഈ കുടുംബത്തിലെ ഗൃഹനാഥൻ എന്ന സ്ഥാനം വെച്ച് ഞാൻ അങ്ങേക്ക് വാക്ക് തരികയാണ്. ഞങ്ങൾ ഇന്ന് തന്നെ മിസ്രൈം വിട്ട് പോകുന്നതാണ്. എന്താ ദൈവദൂത, ഓർമ്മയുണ്ടോ ഇല്ലയോ? ഓർമ്മയില്ലേ ദൈവദൂത? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, യേശുവിനാൽ എന്തെങ്കിലും അത്ഭുതം നടന്നു കഴിഞ്ഞാൽ നീ ഉണ്ടാക്കിയ ഈ സുരക്ഷാ വലയം ബലഹീനമായി തീരുമെന്ന്. എനിക്കറിയാം യേശു മിസ്രൈമിൽ അവന്റെ ദൈവിക ശക്തി പ്രയോഗിച്ച് മരിച്ചുപോയൊരു കുട്ടിയെ ജീവിപ്പിച്ചുവെന്ന്. സമയമാഗതമായിരിക്കുന്നു ദൈവദൂത, നിന്റെ സുരക്ഷാ കവചം ബലഹീനമായി തീരാൻ. എനിക്കിത് കണ്ടു നിൽക്കാനാകുന്നില്ല ദൈവദൂത. ഇനി നീ എന്ത് ചെയ്യും ദൈവദൂത? എനിക്കറിയാം, ഇനി നിന്നെ മിസ്രൈമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനാവില്ല എന്ന്. പക്ഷെ നീ മറന്നു പോകരുത്, ദൈവകൽപ്പന ഇങ്ങനെയാണ്, നിനക്ക് യേശുവിനെ നേരിട്ട് ഉപദ്രവിക്കാൻ ഒരിക്കലും ആകില്ല എന്ന്. നിന്നോട് ആരാ പറഞ്ഞത്? യേശുവിനെ മുറിവേൽപ്പിക്കാനാണ് ഞാൻ മിസ്രൈമിൽ പോകുന്നതെന്ന്. അല്ല അല്ല ദൈവദൂത, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ആരാണീ ദൈവത്തിന്റെ പുത്രനെന്ന്, ഈ ലോകത്തിന്റെ മിശിഹ, എല്ലാവരുടെയും രക്ഷകൻ യേശുവിനെ.
ഇത് അവസാന അവസരമാണ് നിങ്ങളെ പരിപാലിക്കാനായി. വളരെ കാലമായുള്ള കൂട്ടല്ലേ നമ്മുടേത്. ഞാൻ എവിടെ പോയാലും നിങ്ങളെ ഓർക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പരമപിതാവിനോട് എന്തായാലും പ്രാർത്ഥിക്കാം. ഉടൻ തന്നെ മറ്റാരെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെ എന്നേക്കാൾ നന്നായി പരിപാലിക്കണമെന്ന്. ദൈവപുത്രന് ജീവന്റെ മരണത്തിന് ഉത്തരവാദിയായി ശിക്ഷ വിധിച്ച് അതേ സ്ഥലത്ത് തന്നെ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് എത്ര സുന്ദരമായ കാര്യമാണ്. ഇനി പുതിയ കളികൾ തുടങ്ങുകയാണ്. അവന്റെ പാതയിൽ നിരവധി തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകും. ഗ്രാമമുഖ്യൻ യേശുവിനെയും കുടുംബത്തെയും നാട് കടത്താൻ കൽപ്പന നൽകിയല്ലോ. പക്ഷേ അവർ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? വേറെ എങ്ങോട്ടാ? അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകും. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഇനി ഞാൻ ചെണ്ട കൊട്ടും, അതിന്റെ താളത്തിനൊപ്പം നീ ഒരു കളിപ്പാവയെ പോലെ ആടും. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ ഒന്ന് കണ്ടോട്ടെ. അതിനുശേഷം ഞാൻ നിന്നെ കാണുക നിന്റെ ഗ്രാമത്തിൽ വെച്ചാകും. എന്റെ പ്രിയ യേശു. യേശു. അത് ശരി. അപ്പോൾ ഇതാണല്ലേ ദൈവപുത്രൻ. ഇന്നെനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ അടുക്കൽ എത്തിക്കോളാം. ഇനിയാണ് ശരിക്കുമുള്ള പോരാട്ടം. സാത്താനും പിന്നെ ദൈവത്തിന്റെ പുത്രനായ യേശുവും തമ്മിൽ. യേശുജ്യേഷ്ഠ, യേശുജ്യേഷ്ഠ, മേരി ചെറിയമ്മ പറഞ്ഞു നമ്മൾ അവരവരുടെ സാധനങ്ങൾ വേഗം അടുക്കി വെക്കാൻ. എന്റെ കൂടെ വരൂ. ഒറ്റ ദിവസം കൊണ്ട് വീടില്ലാത്ത അവസ്ഥയിലെത്തി പാവം ദൈവദൂതൻ പരമപിതാവ്. ആർക്കും നിന്റെ ഈ അവസ്ഥയിൽ രക്ഷിക്കാനാവില്ല. ജീവന്റെ മരണം എന്റെ പദ്ധതിയായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു ദൈവപുത്രനായ നീ ആ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്തിരിക്കുമെന്ന്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. ഇനി നീ സ്വയം എന്റെ പക്കൽ വരും. അവിടെ നിന്നെ വധിക്കുവാനായി ഞാൻ ഒരാളെ തയ്യാറാക്കിയിട്ടുണ്ട്. സിംഹാസനസ്ഥനായ യുവരാജാവിനെ. നല്ല രസമായിരിക്കും. നിന്നെ നശിപ്പിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും യേശു. എന്റെ പട്ടാഭിഷേക ചടങ്ങുകൾ ആഡംബരപൂർണവും രാജകീയവുമായിരിക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വിരുന്ന്, ഏറ്റവും മികച്ച ഭക്ഷണവും ഏറ്റവും മനോഹരമായ അലങ്കാരങ്ങളും ഉണ്ടായിരിക്കണം ഈ വിരുന്നിൽ. അങ്ങനെ എന്ത് അത്യാവശ്യം ഉണ്ടായിട്ടാണ് വൈദ്യശ്രേഷ്ഠ എന്നെ അങ്ങ് ഇത്ര പെട്ടെന്ന് വിളിച്ചത്? ചക്രവർത്തിയുടേത് സ്വാഭാവിക മരണമല്ല.
അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയതാണ്. അങ്ങിതെന്താണ് പറയുന്നത്? ഞാൻ ഏത് ഔഷധമാണോ ചക്രവർത്തിക്ക് കൊടുത്തത് അതിന്റെ അവശിഷ്ടം ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലാരെങ്കിലും എന്തെങ്കിലും കലർത്തിയിരുന്നോ എന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ആര് ചെയ്യാനാണ് ശ്രേഷ്ഠ? ഇവിടെയുള്ള എല്ലാവരും ചക്രവർത്തിയുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ തന്നെയാണ് ഔഷധമുണ്ടാക്കിയതും അത് ചക്രവർത്തിക്ക് കൊടുത്തതും. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? ഞാൻ എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നാൽ ഒരുപാട് സന്തോഷമാകും. യുവരാജൻ, എനിക്ക് തോന്നുന്നത് ചക്രവർത്തിയുടെ മരണത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്നതുവരെ നമുക്ക് യുവരാജാവിന്റെ പട്ടാഭിഷേക ചടങ്ങുകൾ എങ്ങനെയും തടഞ്ഞേ തീരൂ. ശരി, അങ്ങയുടെ കാര്യങ്ങൾ നടത്തിക്കൊള്ളൂ. ഞാനിത് രാജ്യസഭയിൽ അറിയിക്കുന്നതാണ്.